ഗൈസ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചു. കല്യാണം ഇന്നാണ്, ഞായറാഴ്ച. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലടാ, എനിക്ക് ഈ പായസം അതുപോലെ തന്നെ പുച്ചടി അവിയൽ തോരൻ കാള ഇതൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് കിട്ടും, അതുകൊണ്ട് ഞാൻ വരുന്നില്ലടാ പറഞ്ഞു. അപ്പോൾ അവൻ പറയാ, നീ എന്തുട്ടായി പറയണത്, ഞാനതൊക്കെ എടുത്ത് തോൽക്കി കളഞ്ഞില്ലേ, ഇപ്പം ബിരിയാണീന് മട്ടൻ ബിരിയാണീന് നീ ഇങ്ങോട്ട് വാ, ഒരു കുഴപ്പം വിചാരിക്കണ്ട, പച്ചക്കറിയും കിച്ചക്കറിയൊക്കെ ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹിന്ദു കല്യാണത്തിന് മട്ടൻ ബിരിയാണിയാ? മട്ടൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ചോറുണ്ട്, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, കോഴി റോസ്റ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, ഡെസേർട്ട് തന്നെ ഒരു 4-5 ദിവസം ഉണ്ട്, ജ്യൂസ് ഉണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമല്ല ഇവർ തട്ടിപ്പ് പറയണം. എന്നിരുന്നാലും നമ്മളതിനെപ്പറ്റി അവൻ്റെ കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ സത്യമാണ്, അവൻ കാറ്ററിങ് ഏൽപ്പിച്ച ആ പാർട്ടിയോട് അന്വേഷിച്ചു. അപ്പോഴും ശരിയാണ്. ഒരു ഹിന്ദു കല്യാണത്തിന് ഇങ്ങനെയാ? എന്തായാലും പോയാൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഇതെന്തായാലും അങ്ങോട്ട് വിട്ടു വണ്ടി. അങ്ങോട്ട് വിട്ടപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ സ്റ്റേജിൽ കയറി കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭക്ഷണത്തിൻ്റെ സ്ഥലത്തേക്ക് ചെന്നത് കണ്ടില്ല അംഗം. ഞാൻ നോക്കിയപ്പോൾ ഞെട്ടി, ആൾക്കാരെ എന്ത് വെട്ടുന്നറിയാം. മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, എത്ര ഐറ്റംസാണ്. ഏതൊരു വലിയൊരു കാറ്ററിംഗ് കമ്പനിയുടെ സംഗതിയൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഞാൻ ഞെട്ടിയത് കണ്ടോട് കൂടിയിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ മാറാൻ പറ്റുമോ? അപ്പം നമ്മൾ കുറച്ച് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മാറിയാൽ നല്ലതാണ്. അതേപോലെ തന്നെ അവൻ്റെ കല്യാണം തന്നെ ഭയങ്കര ആർഭാടാണ്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അതിന് മുമ്പ് തന്നെ ഷൂട്ട് ചെയ്ത് ഇവിടെ കല്യാണത്തിന് വന്നവരെ കാണിക്കാൻ വെച്ച് നോക്കണം. LED TV-യിൽ, വലിയ TV-യിൽ. ഇതാണ് കല്യാണ മണ്ഡപം, വലിയ AC കല്യാണ മണ്ഡപം. അപ്പം നമ്മളങ്ങോട്ട് ഇരുന്ന ഒരു വെട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നില്ലെങ്കിൽ ആകെ ഭയങ്കര നഷ്ടമായി മാറിയനെ. നമ്മൾ ഹിന്ദു കല്യാണത്തിന് പോകാൻ ഒരു താല്പര്യമില്ല. നമ്മളാകെ ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും അവരൊക്കെ സുഹൃത്തുക്കളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണത്തിന് നമ്മൾ എന്തായാലും ചെന്നിരിക്കും. ഇത് ചെന്നിരുന്നു കഴിഞ്ഞാൽ ഈ പച്ചക്കറി തിന്നാനായിട്ട് നമ്മൾ എന്നും ഭക്ഷണം വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമല്ല, അത് തന്നെ ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വെറുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയണത്, നമ്മൾ വീഡിയോ ചെയ്യുന്നതാണെന്നാണ്. ഹിന്ദുക്കൾ എന്തായാലും നിങ്ങൾ ഈ പച്ചക്കറി ഈ ശാന്തി കർമ്മമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും മറ്റുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് എന്തായാലും അത്യാവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഹിന്ദു കല്യാണത്തിന് ബീഫും അതുപോലെ ബിരിയാണിയും ചോറും അതുപോലെ മീൻകറിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തൃശ്ശൂർ ഭാഗത്തും വരണം, എറണാകുളം ഭാഗത്തും വരണം, കേരളം മൊത്തം അങ്ങനെ വരണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അത്യാവശ്യമായിട്ട് അത് വേണം എന്നുള്ള നിലയിൽ ആൾക്കാർക്ക് അവിടെ വേറെ ഒരു ഏരിയയിൽ പച്ചക്കറി വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അതിനിപ്പോൾ എന്താ, ഇപ്പോൾ ഇത് കഴിക്കാത്ത ആൾക്കാർക്ക് അപ്പുറത്തെ ഏരിയയിൽ പച്ചക്കറി ഉണ്ട്. പച്ചക്കറി, ചോറ്, സാമ്പാർ, പായസം, 2 തരം പായസം ഇതൊക്കെ അവർക്കുണ്ട്. അവർക്കത് പോയി കഴിക്കാം. ഇതിഷ്ടമുള്ളവർക്ക് ഇത് കഴിക്കാം. അതല്ല ഒരു കല്യാണത്തിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. കല്യാണം എന്ന് പറയണമെങ്കിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കല്യാണത്തിന് കുറച്ച് കാശ് കൂടുതൽ ചിലവൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷമായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. നമ്മളെന്നും വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അല്ലല്ലോ ഇപ്പോൾ ഈ കല്യാണത്തിന് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണത്. അത് നമ്മൾക്കൊരു വലിയൊരു സന്തോഷമാണ്. ഒരു ഇത്രയും വലിയൊരു കാറ്ററിംഗ് കമ്പനിക്കാർ ഇങ്ങനെ ഒരു സദ്യ നടത്തുമ്പോൾ അതിനുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു ഭക്ഷണത്തിന് ഒരു റോയൽ ലുക്ക് ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് അതിന്. അത് കിട്ടാൻ വേണ്ടി ഞാൻ പറയണത് എല്ലാ ഹിന്ദുക്കളും ശാന്തി കർമ്മം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാണ്ട് നിങ്ങൾ 2 സൈസ് ഭക്ഷണം ശരിയാക്കുക. പച്ചക്കറി വേണ്ടവർക്ക് പച്ചക്കറി ഒരു സൈഡിൽ, മട്ടനും ബീഫും കോഴിയൊക്കെ വേണ്ടവർക്ക് അടുത്ത സൈഡിൽ, ഇങ്ങനെ 2 സൈഡിലും നിങ്ങൾ അടിപൊളിയായിട്ട് കല്യാണം നടത്തി വയ്ക്കുക. പിന്നെ ആ കല്യാണം കഴിക്കുമ്പോൾ ആ വധൂവരന്മാർ ജീവിതത്തിൽ ഒരിക്കലും പിരിയില്ല. അവരുടെ ജീവിതത്തിൽ തല്ലും വഴക്കും ബഹളവും ഒന്നും ഉണ്ടാവില്ല. അതെന്താണ്, ഇത്രയും ആൾക്കാർ വന്ന് ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും അനുഗ്രഹിക്കുക. നല്ല സദ്യ കേട്ടോ, എല്ലാ വിഭവങ്ങളും ഉണ്ട്, നമ്മൾ വയറ് നിറച്ച് കഴിച്ചു, നമുക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്നായി അനുഗ്രഹിച്ച് പോകും. ഈ സാമ്പാറും ചോറും തിന്നിട്ട് ഈ കാറ്ററിംഗുകാരാച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല ഈ ഒരു പച്ചക്കറി സദ്യക്ക്. ഇനി എല്ലാവരും അങ്ങനെ ആക്കില്ലേ? ഓക്കെ, ബൈ.